പള്ളുരുത്തിയിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകൻ വിപിൻ പള്ളുരുത്തി ചേരുകയാണ്. വിപിൻ ചേട്ടാ നമസ്കാരം. ഭാര്യാസമേതനായിട്ടാണല്ലോ എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ കുടുംബസമേതമാണ് ഇവിടെ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. മക്കളൊക്കെ പുറത്താണെങ്കിലും ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അനുഭൂതിയാണ് നമ്മുടെ ശ്രീഭവാനീശ്വരൻ്റെ ഇന്ന് പ്രത്യേകിച്ച് ആറാട്ടിൽ ഭഗവാൻ തിമിർത്താടുകയാണ്. ഏതായാലും ജനങ്ങളിങ്ങനെ വന്ന് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അന്നദാനങ്ങൾ ഇവിടെ കൊടുത്തു. എല്ലാം കൊണ്ടും ജനഹൃദയങ്ങളിൽ ഉത്സവത്തിൻ്റെ തിമിർപ്പ് ശരിക്കും കാണാൻ സാധിക്കുന്നുണ്ട്. സഹധർമ്മിണിയും ഏതാണ്ട് 31 വർഷമായി ഇവിടുത്തെ ഉത്സവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷം. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ചൊരിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്ത് തോന്നുന്നു ഈ ഉത്സവത്തിന്റെ ദിനങ്ങൾ ഇപ്പോൾ ഒരു ആധുനിക കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ പഴയ ഓർമ്മകളുമായി ബന്ധപ്പെടുത്തി എങ്ങനെ തോന്നുന്നു? അയ്യോ, പഴയ കാര്യങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഇവിടെ ബേഡ്ജ് കുത്തിയാൽ ഞങ്ങൾക്ക് പോലും പോകാൻ ഇടയുണ്ടായിരുന്നില്ല. അത്രയ്ക്കേറെ വൻ തിരക്കായിരുന്നു. മാത്രമല്ല വലിയ കയറുകൾ മാടി എടുത്തു കൊണ്ടുപോയി ആളുകളെ നിയന്ത്രിക്കാൻ പെട്ട ആ ചെറുപ്പകാലമൊക്കെ ഉത്സവത്തിൻ്റെ വലിയ അനുഭവങ്ങളായിരുന്നു. ആ അനുഭവങ്ങളൊക്കെ ഇപ്പോൾ തിരിച്ചു കിട്ടാതെ ഇന്നിപ്പോൾ ആളുകൾ വളരെ ഫ്രീ ആയിട്ട് ഇപ്പോഴാണോ സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ആളുകൾ വെറുതെ ഫ്രീ ആയിട്ട് പോകുന്നത്. ആ കാലഘട്ടങ്ങളിൽ മുട്ടിയിട്ടും തിങ്ങിയിട്ടും ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഒരാൾക്ക് ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ 10 മിനിറ്റ് പിടിക്കുമായിരുന്നു. എൻ്റെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ അത്രയ്ക്കേറെ ജനത്തിരക്കായിരുന്നു ഭവാനീശ്വരൻ്റെ ഈ മഹോത്സവം. ഇന്നും ജനം വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഭഗവാനെ കാണാൻ എല്ലാവരും എത്തും. കുറവൊന്നുമില്ല, കുറവ് എന്ന് പറഞ്ഞാൽ എന്നാലും ഇത്തിരി കുറവ് നമുക്ക് തോന്നുന്നു. ഇത് ഒരു മതസൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലമാണ് പള്ളുരുത്തി. കാരണം ഇവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഭാഷയോ ഒന്നും ഈ ഉത്സവത്തിനില്ല. അതാണ് ഏറ്റവും വലിയ ഒരു തനിമ ഉള്ള ഒരു ഉത്സവം എന്ന് പറയാൻ. അതാണല്ലോ ഗുരുദേവൻ ഇവിടെ വന്നിട്ട് ഒരു ജാതി ഒരു മതം ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഗുരുദേവന്റെ പാദസ്പർശം കൊണ്ട് പുണ്യപ്പെട്ട പഞ്ചാര മണലാണ് പള്ളുരുത്തി. അതെന്നും ഞാൻ പറയാറുണ്ട്. പഞ്ചാരമണൽ എന്ന കവിത വരെ ഞാനൊരു പുസ്തകമാക്കിയിട്ടുണ്ട്. വളരെ സന്തോഷം. ക്ഷേത്രോത്സവത്തിലെ ഒരുപാട് മാറ്റങ്ങൾ, അതായത് കുറെ നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ചേട്ടാ, അപ്പൊ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നത്? അതൊക്കെ ഇപ്പോഴത്തെ ഗവൺമെന്റും അതുപോലെ പുതിയ ഉദ്യോഗസ്ഥന്മാരും പുതിയ കുട്ടികളും അവരൊക്കെ ഉദ്യോഗ പദവിയിലെത്തിയപ്പോൾ ആന എന്താണ്, കലാപരിപാടികൾ എന്താണ്, പൈതൃകം എന്താണ്, സംസ്കാരം എന്താണ്, ഒരു ക്ഷേത്ര സങ്കല്പം എന്താണ് ഒന്നും അറിയില്ല. അതിൻ്റെ ഒരു പോരായ്മയാണ് പുതിയ നിയമങ്ങൾ വന്ന് ഇവിടെ വേണ്ടാത്ത തരത്തിലേക്ക് ആളുകളെ മുഷിപ്പിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളാണ് ഗവൺമെൻറ്റും ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരും എടുക്കുന്നത്. അതിനെതിരെ പ്രതിഷേധമുണ്ട്. കലാപരിപാടികൾ വെളുപ്പിന് 4 മണിക്കാണ് ഇവിടെ നിന്ന് ആളുകൾ പോകുന്നത്. ഇതിപ്പോൾ 10 മണിയായി കഴിഞ്ഞാൽ പരിപാടി അവസാനിപ്പിക്കണമെന്ന നിയമമൊക്കെ കുറിച്ച് എന്താ പറയുക, അതിനൊക്കെ ഒന്നും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. കാരണം എല്ലാ തരത്തിലും പൈതൃകമുള്ള കലാപരിപാടികൾ ക്ഷേത്ര സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രകലയെ പ്രോത്സാഹിപ്പിക്കേണ്ട ഗവൺമെൻറ് അത് 10 മണിക്ക് അതിന് തിരശ്ശീലയിടുകയാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ജനങ്ങളതിനെതിരെ പ്രതിഷേധിക്കുന്നുണ്ട്. ആനകൾ മുട്ടി നിൽക്കാൻ പാടില്ല. ആനകളൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കും. വിപിൻ ചേട്ടാ, ഇതിൻ്റെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇന്ന് ഈ മയക്കുമരുന്നിൻ്റെ അതിവ്യാപനമാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനായിട്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഈ കാലയളവിൽ ഏറ്റവും കൂടുതലായിട്ട് അത് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഇല്ലെന്നുള്ളതല്ല. മയക്കുമരുന്നുകൾ എവിടെ നിന്ന് വരുന്നു എന്ന് അന്വേഷിക്കാൻ ഇവിടെ ആരുമില്ല. അത് വിൽപ്പന നടത്തുന്നത് ആര് എന്ന് അന്വേഷിക്കാൻ ആരുമില്ല. അത് വാങ്ങിക്കാൻ മിഠായി മുതൽ നമ്മളൊക്കെ ഇഷ്ടപ്പെട്ട് മേടിച്ചുകൊണ്ട് തിന്നിരുന്ന ആളുകളാണ്. പക്ഷെ ഇപ്പോൾ വരുന്ന മിഠായിയൊക്കെ വളരെ വിലപിടിപ്പുള്ള മിഠായികളും ആളുകളെ മയക്കി നശിപ്പിക്കാനുള്ള മിഠായികളുമാണ്. അത് ഇവിടുന്ന് നീക്കം ചെയ്യാൻ ഗവൺമെൻറ് തന്നെ മുൻകൈ എടുക്കണം. ഞങ്ങൾ തയ്യാറാണ്. യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ ക്യാമ്പയിൻ കേരളത്തിൽ ആവശ്യമാണ്. ഈ ഒരു മദ്യം പോലെ തന്നെ മയക്കുമരുന്നും ഇവിടെ നിന്നും അകറ്റി ഓടിക്കേണ്ടത്. അടുത്ത തലമുറയെ രക്ഷിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് വളരണം. ഇത് ഒരുമയോടുകൂടി തന്നെ ഈ മയക്കുമരുന്നിനെതിരെ നല്ലൊരു സ്നേഹ സഹകരണം ഉണ്ടാകണം. ലഹരിയുടെ അതിവ്യാപനം ഉണ്ടെങ്കിൽ അതാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ സമൂഹത്തിലെ ഈ ഉത്സവാഘോഷങ്ങളിലും മറ്റുള്ള ആഘോഷങ്ങളിലുമൊക്കെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുവാൻ അധികാരികളെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ള കാര്യം വാസ്തവം തന്നെയാണ്. എന്നിരുന്നാലും ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് വിപിൻ പള്ളുരുത്തിയെ പോലെയുള്ള സാമൂഹ്യ പ്രവർത്തകരുടെ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇതിന് വേദിയാകും. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.